ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പണ്ട് കാലത്ത് നമ്മൾ വെള്ളമൊക്കെ കോരിയാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ചാട് പോലും ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു. അതിനുശേഷം ക്രോസ് ബാറും ചാടും കയറുമൊക്കെ വന്നു. ബക്കറ്റുമൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ വെള്ളം തുടിച്ച് കോരിയായിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പിന്നീട് കാലം മാറി. നമ്മൾ മെല്ലെ മെല്ലെ പുരോഗമിച്ച് മോട്ടോർ സംവിധാനത്തിലേക്ക് എത്തിയപ്പോൾ ബക്കറ്റും പാളയുമൊക്കെ നമ്മൾ മറന്നുപോയി. ഇന്ന് അടുക്കളയിൽ സ്വിച്ചിട്ടാൽ നമുക്ക് നല്ല വെള്ളവും ടാങ്കിലേക്കുള്ള വെള്ളവും വെവ്വേറെ കിട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൺകലങ്ങളിൽ പാചകം ചെയ്യുന്ന രീതി നമ്മൾ ഒരുപാട് കാലം ഉപയോഗിച്ച് വന്നിരുന്നവരാണ്. അതിനുശേഷം പുകയില്ലാത്ത അടുപ്പിലേക്ക് നമ്മൾ അല്പം പുരോഗതി നേടിയപ്പോൾ എത്തി. പുകയില്ല എന്നുള്ളതല്ല, അടുക്കളയിൽ പുക സ്പ്രെഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണുള്ളത്. ഈ കുഴയിലൂടെ പുകയെല്ലാം മേലേക്ക് ഉയർന്നു പോയിക്കൊള്ളും. അതിനാൽ മൺപാത്രങ്ങൾ ഇന്ന് ഒരു പക്ഷേ എല്ലാ അടുക്കളയിൽ നിന്നും അപ്രത്യക്ഷമായി. തന്നെയുമല്ല, കരി അടുപ്പുകൾ തന്നെ ഓരോ അടുക്കളയിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. രാവിലെ വെച്ച ഭക്ഷണം അടുപ്പും തറയിൽ ഇങ്ങനെ മൂടി വച്ചിരുന്നാൽ വൈകുന്നേരമായാലും ഈ ചോറ് വലിച്ചു പോവുകയോ കേടാവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ കാണുന്ന മുറങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ഓർമ്മകളായിരിക്കും. ഈ കാണുന്ന ചിമ്മിനിക്കകത്തുകൂടെ അടുക്കളയിലുള്ളതും വീടിലുള്ളതുമായ എല്ലാ അഴുക്ക് വായുകളുമൊക്കെ ഈ ചിമ്മിനിയിലൂടെ കടന്നു പോകുമായിരുന്നു അടുക്കളയിൽ തീ കത്തിച്ചാൽ. അവിടെ നിന്ന് നമ്മൾ ആധുനികതയിലേക്ക് വന്നപ്പോൾ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇലക്ട്രിക് ചിമ്മിനികളും ഗ്യാസ് സ്റ്റൗകളിലേക്കും നമ്മൾ എത്തിക്കഴിഞ്ഞു. പുക ഒട്ടുമില്ലാത്ത അടുപ്പിലേക്ക്, അതായത് ഗ്യാസ് അടുപ്പിലേക്ക് നമ്മൾ മാറിയപ്പോൾ നമ്മൾ അവിടെയും സ്വിച്ചിട്ടാൽ തീ കത്തും. അതുപോലെ സ്വിച്ചിട്ടാൽ ചിമ്മിനി വർക്ക് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഉണ്ടാകുന്ന ചെറിയ പുകയും മണവും ഒക്കെ ഈ ഇലക്ട്രിക് ചിമ്മിനി വഴി വലിച്ച് പുറത്തേക്ക് കടന്നു പോകും. പക്ഷേ കറണ്ട് ചാർജ് കൂടുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നേയില്ല. കറണ്ട് ബില്ല് വരുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഭവിഷ്യത്തുകളും നമ്മൾ സർക്കാരിനെതിരെ തിരിയുകയും ചെയ്യുന്നത്. അത് നമ്മുടെ ആധുനികതയുടെ മറ്റൊരു വശമാണ്. ഇലക്ട്രിക് ചിമ്മിനികളിൽ പാചകം ചെയ്തു കഴിഞ്ഞാൽ സംഗതിയൊക്കെ വളരെ രസകരമാണ്. പക്ഷേ മൺപാത്രത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം, അടുപ്പിലുണ്ടാക്കുന്ന ഭക്ഷണം മൺപാത്രങ്ങൾ ഗ്യാസ് അടുപ്പിൽ വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. 2 or 3 പാചകം ചെയ്യുമ്പോഴേക്കും മൺപാത്രങ്ങൾ പൊട്ടി വിണ്ടുപോയിരിക്കും. ഈ കാണുന്ന ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാം ഫാഷനായി മാറിയിരിക്കുന്നു. ഇതില്ലാത്ത വീടുകൾ അപൂർവമായ കാഴ്ചകളായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ വ്യത്യസ്ത തരം കാഴ്ചകളിലേക്ക് നിങ്ങൾ പോകുന്നു. നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. മുഴുവൻ വീഡിയോയും കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിലുള്ള പങ്ക് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇതുപോലെ അമ്മിക്കല്ലുകൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നു. അമ്മിക്കല്ലിൽ കുത്തുന്നതും ചതയ്ക്കുന്നതുമായ സൗണ്ടുകൾ പണ്ട് കാലത്ത് മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു, രാവിലെയും വൈകിട്ടും. ഇന്നവയൊക്കെ അപ്രത്യക്ഷമായി. നിങ്ങളിൽ എത്ര പേർ ഇന്ന് അമ്മിക്കല്ലിൽ ഒരു ചമ്മന്തിയെങ്കിലും അരയ്ക്കുന്നുണ്ട് എന്ന് ഒന്ന് വിലയിരുത്തുക. അതുപോലെ ഈ അമ്മിക്കല്ലുകൾ ഉപയോഗിക്കുമ്പോൾ ഇന്ന് അമ്മിക്കല്ലുകൾ എത്ര പേർക്ക് ഉപയോഗിക്കാൻ അറിയാം എന്നുകൂടെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. ആ സ്ഥാനത്തേക്ക് ആധുനികത പുതിയ മെഷീനറികളെ കൂട്ടിക്കൊണ്ടുവന്നു. അവയാണ് ഈ കാണുന്ന പുതിയ തരം വെറൈറ്റി മെഷീനുകളും മിക്സികളും. 10ഉം 12ഉം ജാറുള്ള മിക്സിയാണ്. കുറേ ജാറുകളൊക്കെ അടക്കി വച്ചിരിക്കുകയാണ്. ഇത് തേങ്ങ അരയ്ക്കുന്നതിനും അതുപോലെ ചമ്മന്തി അരയ്ക്കുന്നതിനും തേങ്ങ ചുരണ്ടുന്നതിനുമൊക്കെ ഇന്ന് ഇത്തരത്തിലുള്ള മിക്സികളാണ് ഉപയോഗിക്കുന്നത്. തേങ്ങ ചുരുണ്ടാൻ നമുക്ക് പഴയ കാലത്ത് ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇരുന്ന് തേങ്ങ ചുരണ്ടുന്ന തേങ്ങാച്ചിരവ എന്നാണ് അതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്തേക്ക് അല്പം മാറി പുരോഗമിച്ചപ്പോൾ ഇരുമ്പിൻ്റെ തേങ്ങാച്ചിരവുകൾ നമ്മുടെ അടുക്കളകളിലൊക്കെ സ്ഥാനം പിടിച്ചു. ഇത് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന തേങ്ങാച്ചിരവയാണ്. ഞാൻ ഇന്നും ഇതിനകത്ത് തന്നെയാണ് ഉപയോഗിച്ച് അതിൻ്റെ കോലം വരെ കെട്ടുപോയി. അന്ന് പെയിൻ്റ് അടിക്കാനുള്ള കാര്യങ്ങളിലേക്ക് അത്രമാത്രം പഴക്കവും അതുപോലെ അതിൻ്റെ ടോപ്പൊക്കെ പൊട്ടിപ്പോയിരിക്കുന്നു. ഇന്നും ഞങ്ങൾ ഈ ചിരവ ഉപയോഗിക്കുന്നത് ഇതിലാണ്. മെഷീനറികൾ ഉണ്ടെങ്കിലും ഇന്നും നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാന്താരിയും ഉള്ളിയും വെച്ച് ഒരല്പം ഉപ്പുമൊക്കെ ചേർത്ത് ഒരു തൊടുകറി ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഈ സാധനം അരച്ചട്ടി എന്നാണ് നമ്മൾ പണ്ട് അതിന് പറയുക, അല്ലെങ്കിൽ മുളക് തട്ട് എന്നൊക്കെ പറയും. ആ സ്ഥാനത്ത് ഇന്ന് ചെറിയ ജാറുകൾ വന്നു കഴിഞ്ഞു. അതിലേക്കിട്ട് ഒന്ന് കറക്കിയെടുത്താൽ ചമ്മന്തിയായി. പക്ഷേ ആ അരച്ചട്ടിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആയാസം,
അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അതിപ്രസരം കൊണ്ട് കത്തിയും അതുപോലെ തട്ടും പച്ചക്കറി കരിയുന്ന തട്ടുകളും കാലത്തിനനുസരിച്ച് മാറിയിരിക്കുന്നു. മരത്തിൻ്റെ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്, അവ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റിക്കുകൾ പൊടിഞ്ഞ് ആ കൂടെ നമ്മുടെ പച്ചക്കറിക്കകത്തുകൂടെ ആഹാരത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ചെല്ലുമെന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്നു. തന്നെയുമല്ല, ഇത്തരം വാക്കത്തിയും അരിവാളും നല്ല കാച്ചിച്ച് മൂർച്ചയുള്ള വാക്കത്തിയും അരിവാളും ഇന്ന് എത്ര വീടുകളിലുണ്ട് എന്നുള്ളതും കൂടി നാം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതുപോലെ നമ്മൾ ഫ്രിഡ്ജുകളുമൊക്കെ നമ്മുടെ വീടുകളിലുണ്ട്. എന്നാൽ ഇത്തരമൊന്നും മൺപാത്രത്തിൽ വെള്ളം എടുത്തു വച്ച് എന്നും രാവിലെ വൃത്തിയോടെ കഴുകി വൃത്തിയാക്കി അതിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കുന്ന എത്ര പേർ നിങ്ങളിലുണ്ട്? നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഇതൊന്നും അലങ്കാര വസ്തുവല്ല. അതിനു പകരം നമ്മൾ വലിയ വലിയ ഭീമാകാരമായ ഫ്രിഡ്ജുകളും മറ്റും വച്ച് ഒരു കൊല്ലം വരെ ഇരുന്നാലും കേടാവാത്ത ഫ്രിഡ്ജുകളുമൊക്കെ വാങ്ങി വെച്ച് നമ്മൾ അതിലേക്ക് സാധനങ്ങൾ അടക്കി വെച്ച് ഉപയോഗിക്കുകയാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആധുനികത അങ്ങനെ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയും ഒക്കെ ചുടാനും അല്പം അരിയൊക്കെ വറുത്ത് തേങ്ങയിട്ട് ഇടിച്ച് ഉരുള ഉരുട്ടി തിന്ന് കട്ടൻ ചായയും കൂട്ടി കഴിക്കാൻ ഇന്നത്തെ വറകലങ്ങൾ എത്ര വീടുകളിലുണ്ട്? നിങ്ങൾ വറകലം കണ്ടിട്ടുണ്ടോ? വറകലം ഉപയോഗിക്കാൻ നിങ്ങൾക്കറിയുമോ? വറകലം ഇപ്പോൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ചൂടാക്കാൻ പലതും നമുക്ക് ഇതിനകത്ത് ചൂടാക്കാം. അത് എന്തൊക്കെയാണെന്ന് പറയുന്നില്ല. ആ സ്ഥാനത്തേക്ക് ഇന്ന് ഓവനുകളും മറ്റും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ട കാര്യമാണ്. ഈ ഓവനുകളിൽ ഏതു തരം സാധനങ്ങൾ ഉണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കാം എന്ന് വേണ്ട ചൂടാക്കിയെടുക്കാം. അതുപോലെ പാത്രങ്ങൾ കഴുകുന്ന രീതി. പാത്രങ്ങൾ കഴുകാൻ നമ്മൾ അടക്കി പാത്രങ്ങൾ രാവിലെ വാരിയിട്ട് എല്ലാം ഒന്നുകൂടി കിടക്കുമ്പോൾ എന്ത് ചെയ്താലും പാത്രങ്ങൾ കഴുകിയാൽ തീരില്ല എന്ന് പറയാറുണ്ട്. ആളുകൾ കുറവാണെങ്കിലും പാത്രങ്ങൾ കൂടുന്നു. ആ സ്ഥാനത്തേക്ക് ഇന്ന് വന്നിരിക്കുന്ന ഉപകരണം നിങ്ങൾ കണ്ടു നോക്കൂ. ഇത്തരം ഉപകരണങ്ങൾ ഇന്ന് വീടുകളിൽ എത്തിത്തുടങ്ങി. എല്ലാ വീടുകളിലേക്കും സുലഭമായി എത്തിത്തുടങ്ങി. ഏത് പാത്രവും അതിനകത്തേക്ക് കയറ്റി വച്ച് എത്ര പ്ലേറ്റ് ആണെങ്കിലും അതിൽ കൊള്ളാവുന്ന ഈ സാധനം 10 പ്ലേറ്റും മറ്റ് ഉപകരണങ്ങളും പ്ലേറ്റുകളും ഗ്ലാസുകളും ഒക്കെ കയറ്റി വയ്ക്കാവുന്ന ഒരു മെഷീനാണ്. ഇതിലേക്ക് കയറ്റി വച്ച് അല്പം ഇതും ഒഴിച്ച് ലോഷനും ഒഴിച്ച് അടച്ച് സ്വിച്ച് ഓൺ ചെയ്താൽ പാത്രങ്ങളെല്ലാം 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടായി കഴുകി ഉണക്കി തിരികെ വരും. നമുക്ക് തുറന്ന് എടുക്കാം. ആ തരത്തിലേക്ക് അവയും മാറിയിരിക്കുന്നു. അങ്ങനെ ഓരോരോ പുതിയ രീതികളിൽ പുതിയ മെഷീനറികൾ വരുമ്പോൾ നമ്മൾ എത്രമാത്രം ഫ്രീ ആകുന്നു, നമ്മളുടെ ആരോഗ്യവും എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഇതെല്ലാം നിങ്ങളെ കാണിച്ച് ഈ കാണുന്ന പഴയകാല കുളിമുറി അലക്കുകല്ല്, ഈ കല്ലിൽ എത്ര പേർ ഇന്ന് തുണി അലക്കുന്നു? ഞങ്ങൾ ഇന്നലെയും തുണി അലക്കിയിട്ടുണ്ട്. ഒരു കഷ്ണം സോപ്പ് പോലും വേസ്റ്റ് ആവാതെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്ഥാനത്തേക്ക് പുതിയ വാഷിംഗ് മെഷീനുകൾ എത്ര ടൈം കൊടുത്ത് ചൂടാക്കി അലക്കാം. എല്ലാ തരത്തിലുള്ള ഓട്ടോമാറ്റിക് സംവിധാനമുള്ള മെഷീനറികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പോകുന്നു ഓരോ കാലഘട്ടങ്ങൾ. ആധുനികത എല്ലാം നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ന്യൂട്രലായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മടിയന്മാരായിക്കൊണ്ടിരിക്കുന്നു. കുഴിമടിയന്മാരും മടിച്ചികളുമായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇങ്ങനെ ഓരോ മേഖലകളിലേക്കും നമ്മൾ ഇങ്ങനെ ആധുനികതയുടെ മെഷീനറികളും സംവിധാനങ്ങളും എത്തുമ്പോൾ നമ്മൾ പഴമയിലേക്ക് ഒട്ടും തിരികെ പോകാതെ പുതുമയിലൂടെ സഞ്ചരിക്കുകയാണ്. ഈ കാണുന്നത് നമ്മൾ നിലം തുടയ്ക്കാനും അടിക്കാനും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതിൻ്റെ സ്ഥാനത്തേക്ക് മറ്റുള്ള വാക്വം ക്ലീനറുകളും അതുപോലെ ആധുനിക യന്ത്രങ്ങളും സ്ഥാനം പിടിച്ചു. അത് കടന്ന് ഇത് ഒരു ചുവടുകൂടി കടന്ന് ഒരല്പം കൂടെ മുമ്പോട്ട് പോയിരിക്കുന്നു ഇന്നത്തെ കാലം. കാരണം റോബോട്ടിക് റോബോട്ടിക് മെഷീനറികളുടെ കാലഘട്ടമാണ്. ഇനി വരുന്ന കാലത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അതിന് പകരം ഇന്നിപ്പോൾ ഓട്ടോമാറ്റിക് റോബോട്ടിക് ക്ലീനറാണ് ഇത്. ഇതിനകത്തേക്ക് ചാർജ് ചെയ്തതിന് ശേഷം ചാർജ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ചാർജിങ് സ്റ്റേഷനിലേക്ക് തന്നെ പോയി ചാർജ് ചെയ്ത് തിരികെ വന്ന് നമ്മൾ എവിടെയാണോ വിടുന്നത് ആ മുറികളുടെ ഫോട്ടോയും എടുത്ത് ആ മുറി മൊത്തം ക്ലിയറായി കഴിയുമ്പോൾ അലാറം മുഴങ്ങി അനൗൺസ് ചെയ്ത് അടുത്ത മുറിയിലേക്ക് കടത്തി വിടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുള്ള മെഷീനാണ്. എല്ലാ കസേരയുടെയും മേശയുടെയും അടിയിലൂടെ പോയി ക്ലീൻ ചെയ്ത് വന്ന് സെൻസർ ഉപയോഗിച്ച് എല്ലായിടത്തും പോയി തടസ്സം കൂടാതെ ക്ലീൻ ചെയ്ത് അടിച്ചു വാരി നനച്ച് തുടച്ചു വരുന്ന മെഷീനാണിത്. ഇത്തരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളുടെ ആ നിലം ഇരുന്ന് തുടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ആയാസവും നമുക്ക് കിട്ടുന്ന വ്യായാമവും ഒക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇത്തരം മെഷീനുകൾ അതും നമ്മളിൽ നിന്ന് അപഹരിച്ചിരിക്കുന്നു. അങ്ങനെ കാലം വീണ്ടും മാറുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിനുശേഷം ആ ഓൾ ബട്ടൺ ഒന്ന് അമർത്തി
ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. പഴയകാല ഓർമ്മകളുമായി ഞാനിങ്ങനെ ഒന്നും കളയാതെ അവയൊക്കെ ഉപയോഗിക്കുന്നത് ഒക്കെ അത്യാവശ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ജീവിത രീതി ആസ്വദിച്ച് മുമ്പോട്ട് പോവുകയാണ്. കുറച്ചു കാലമൊക്കെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ, ജീവിച്ചു പോകാൻ ഇത്തരം ആധുനികതയിൽ നിന്ന് പഴമയിലേക്കൊന്ന് തിരികെ കുറച്ചൊക്കെ പോയാൽ നമുക്ക് കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളേവർക്കും നന്ദിയും സന്തോഷവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ ആ ആയുധങ്ങളൊക്കെ കലപ്പയും നുകവുമാണ്, മേഞ്ഞിലും നുകവുമാണ് ഈ ഇരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. അതിനാൽ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മറ്റൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പറയുവാനുള്ളത് ഇത് മാത്രമാണ്. ഇങ്ങനെ നമ്മൾ ആധുനികതയിലേക്ക് 100% പോയി കഴിഞ്ഞാൽ നമ്മൾ 100% രോഗികളാകും എന്നുള്ളതിന് ഒരു മാറ്റമില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ പഴയകാല ജീവിത രീതിയൊക്കെ കുറച്ച് അവലംബിക്കുകയും അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചു കാലമൊക്കെ ജീവിച്ചു പോകാം. കാണുന്ന എല്ലാ ആധുനികതയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ ഒരു ഷോയ് മാത്രമായി നിലനിർത്തി നമ്മുടെ പഴയകാല ജീവിത രീതിയിലേക്കൊന്ന് അവലംബിച്ച് പോവുക. അതാണ് എനിക്ക് പറയുവാനുള്ളത്. ഓക്കെ, ഗുഡ് ബൈ.